വിളവ് വർദ്ധിപ്പിച്ച് അധിക ലാഭമുണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്ന ഈ ബൊക്കെ മെത്തേഡ്. ഈ ബൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ സാധാരണ നമുക്കുണ്ടാകുന്ന ഈ അൺഷേപ്പായിട്ട് കുഞ്ഞായിട്ട് വരുന്ന മഷ്റൂം, സൈസ് കുറഞ്ഞ രീതിയിൽ വരുന്ന, അത് മാറ്റി ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതായത് പക്കറിങ് എന്ന് പറയുന്ന ഈ വളർച്ച മുരടിപ്പിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, കൂണിൻ്റെ സൈസ് കുറയുന്ന ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഈ ബൊക്കെ മെത്തേഡ് ഇത് നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. ഇതൊരു നിസ്സാരമായിട്ട് കാണണ്ട. ഇത് വിളവ് വർദ്ധിപ്പിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ബൊക്കെ മെത്തേഡ് കൊണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് അതിൻ്റെ സൈസ് നല്ല വലുപ്പത്തിൽ ഒരേ സൈസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നല്ല ആരോഗ്യമുള്ള കൂണുകൾ അതുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി കൂടുതലാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ ഈ ആകർഷണീയതയാണ്, ഈ വലിപ്പമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ മെത്തേഡിനൊരു പ്രത്യേകത, ഈ കൂണുകൾ വളരെ ആകർഷണീയമാണ്. നമുക്ക് സാധാരണയായിട്ട് കൂണുകളുടെ ഷേപ്പില്ലായ്മ അതൊന്ന് മാറി അതിനൊരു പരിഹാരം ഈ ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ ഈ മെത്തേഡിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ആകർഷണീയമായ രൂപം, നല്ല ബഞ്ചുകളായിട്ട് അല്ലെങ്കിൽ നമുക്കതൊരു കുലക്കളായിട്ട് നല്ല വലുപ്പത്തിൽ അത് മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ബൊക്കെ മെത്തേഡ് നിങ്ങൾക്കിവിടെ കാണുമ്പോൾ അറിയാം, ഇതൊരു ജണ്ട് കണക്ക് നമുക്ക് ബൊക്കെ ആയിട്ട് തന്നെ ഇത് വരുന്നതായിട്ട് കാണാം. ഇതിൽ ഒരു ബഞ്ച് തന്നെ നമുക്ക് ഏകദേശം 400-600 ഗ്രാം വരെയൊക്കെ വെയിറ്റോടു കൂടി വന്നിട്ടുണ്ട്. 1 കിലോയ്ക്ക് മേളിലൊരു ബെഡിൽ നിന്ന് നമുക്കിതിൽ നിന്ന് കൂണ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമുക്ക് ശരാശരി ലാഭകരമായ രീതിയിലാണ് ഈ കൃഷി സുരക്ഷിതമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ചിപ്പിക്കൂണിൽ നന്നായിട്ട് ഇത് മുകളിലേക്ക് വരുന്നതുകൊണ്ടും ഈ ജണ്ട് മാതിരി വലിപ്പത്തിൽ വരുന്നതുകൊണ്ടും നമുക്ക് കൃത്യസമയത്ത് ഇതിന് വിളവ് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരേ സമയത്ത് എല്ലാ ബെഡുകളിലും നമുക്ക് ഇതിൻ്റെ വിളവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഈ ടെക്നോളജിക്ക് അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ബെഡുകളിൽ അതിൻ്റെ വിളവ് ഒരേ സമയം നമുക്ക് ക്രമീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ബൊക്കെ മെത്തേഡിൽ സാധാരണ നമ്മൾ മിൽക്കിയിൽ കാണുന്ന മാതിരി കേസിങ് അത് ഉപയോഗിക്കുന്നില്ല. കേസിങ് നമ്മളില്ല. കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അതിൻ്റെ നടീൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിത്തുൾപ്പെടെയുള്ള സ്പോൺ ഉൾപ്പെടെയുള്ള കൃഷി സാധനങ്ങൾക്കും നിങ്ങൾക്കിത് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഏത് സ്ഥലത്താണെങ്കിലും ഞങ്ങൾ കൊറിയറായിട്ട് വിത്തുൾപ്പെടെ എല്ലാം അയച്ചു തരുന്നതാണ്. അതോടൊപ്പം ഇതിൻ്റെ സൗജന്യ പരിശീലനം ഉൾപ്പെടെ കൂൺപുര നടത്തുന്നുണ്ട്. ഈ മാസത്തെ സൗജന്യ പരിശീലനത്തിൻ്റെ ഡേറ്റും ഒക്കെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് നോട്ടീസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ദിവസം നിങ്ങൾക്ക് ഇവിടെ വന്ന സൗജന്യമായിട്ട് നിങ്ങൾക്ക് കൂൺ കൃഷി പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സൗജന്യ ക്ലാസ്സും കൂൺപുര നൽകുന്നതാണ്. ഇവിടെ ഈ ബൊക്കെ മെത്തേഡ് നാം കാണുമ്പോൾ ഇത് മുകളിലേക്ക് വളരുന്ന ഒരു രീതിയിലാണ്. അതുകൊണ്ട് പാൽക്കൂൺ കൃഷിയിൽ കേസിങ് മാതിരി ഇതിൽ കേസിംഗ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് കേസിംഗ് ഒന്നും ഇല്ലാണ്ട് ഇവിടെ നമുക്ക് നാച്ചുറൽ എയറിനെ ഉപകാരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുകൾ പരപ്പിലേക്ക് ഈ ബൊക്കെയായിട്ട് വളരെ ആകർഷണീയമായിട്ട് വലിപ്പത്തിൽ കൂൺ വളർത്തുന്ന ഈ എയർലൈൻ ടെക്നിക്ക് അതാണ് ഇവിടെ നമ്മൾ ബൊക്കെ രൂപത്തിൽ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രത്യേകിച്ച് വേറെ ചിലവുകളോ പ്രത്യേകിച്ച് നമുക്ക് അതിന് പ്രത്യേക ശ്രദ്ധയോ ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ കൃത്യതയോടുകൂടി നമ്മളിത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഒരേ സമയം നമുക്ക് നന്നായിട്ടിതിൽ വിളവ് കിട്ടുന്നു, നല്ല വലിപ്പത്തിലുള്ള കൂണ് നമുക്കവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിനൊരു പ്രത്യേകത, ഈ ബഞ്ചായിട്ട് കുലയായി വരുന്നത് കൊണ്ടും ഇത് വലിപ്പം കൊണ്ടും ആകർഷണീയമായതുകൊണ്ടും നല്ല മാംസളീയമായതുകൊണ്ടും ഇത് വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ കിട്ടുന്ന കൂണ് കൂടുതൽ ആളുകളുടെ ഇടയിൽ, കൂൺ പ്രിയരുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കേസിംഗ് ഇല്ലാണ്ട്, ചിപ്പിക്കൂൺ കൃഷിക്ക് പൊതുവിൽ കേസിംഗ് ഇല്ല. ഇവിടെ നമ്മൾ കേസിംഗ് ഉപയോഗിക്കുന്നുമില്ല.
ഇവിടെ കേസിംഗ് ഇല്ലാണ്ട് മുകൾ പരപ്പിൽ കൃത്യമായി നാച്ചുറൽ എയർ ഉണ്ട്, എയറിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായി അത് കട്ട് ചെയ്ത് അത് ഓപ്പൺ ചെയ്തൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു ജണ്ട് മാതിരി, ആ ബൊക്ക മാതിരി വരുന്ന ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ മെത്തേഡ് കൂൺപുര സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു മെത്തേഡാണ്. ഇത് ലാഭകരവും ഏറ്റവും ആദായകരവുമായ രീതിയിൽ ഇത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാനിവിടെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇവിടെ ചിപ്പിക്കൂൺ കൃഷിയിൽ വിത്ത് ഹോൾ മെത്തേഡിലും വിത്തൗട്ട് ഹോൾ മെത്തേഡിലും നമുക്ക് ഈ കൃഷി ചെയ്യാം. ഇവിടെ 2 മെത്തേഡിൽ ബഡ് തയ്യാറാക്കിയാലും നമുക്ക് ഈ കൃഷി ഈ ബൊക്കോ മോഡലിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനടുത്ത വീഡിയോയിൽ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇത് എങ്ങനെയാണ് ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ ടെക്നിക്ക് നിങ്ങൾക്ക് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇവിടെ വിത്ത് ഹോള് അതോടൊപ്പം വിത്തൗട്ട് ഹോള് എങ്ങനെയാണ് ഈ വിത്തൗട്ട് ഹോളും വിത്ത് ഹോള് എന്നൊക്കെ പറയുന്ന രീതിയിൽ കൂൺ കൃഷി ചെയ്യുന്നത്, ഇതേക്കുറിച്ചെല്ലാം മുൻ വീഡിയോകളിൽ ഞങ്ങളിത് നേരത്തെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഈ ബെഡ് നിർമ്മാണമൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്.